തടാകവും ദയാലുവായ കൊക്കും. ഒരു കാട്ടിൽ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ജീവിച്ചിരുന്നു. ഈ കാട്ടിൽ മൂണ്ടുകുരങ്ങനും മാനും വളരെ വികൃതികളായിരുന്നു. അവർ എപ്പോഴും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. ഒരിക്കൽ ഒരു മുയൽ കുറച്ച് ക്യാരറ്റുമായി തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവനെ വളഞ്ഞു. എവിടേക്കാ പോകുന്നത്? നീ എന്തിനാ അറിയുന്നത്? നിന്റെ ഭാരം കുറച്ചു തരാം. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ക്യാരറ്റുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അയ്യോ, ഇതെന്താണ് ചെയ്യുന്നത്? ഞാനും എന്റെ കുടുംബവും പട്ടിണിയാണ്. ഞങ്ങൾ നിന്റെ കുടുംബത്തിലുള്ളവരല്ലേ, ഞങ്ങളും വിശന്നിരിക്കുകയാണ്. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ക്യാരറ്റുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ദയാലുവായ കൊക്ക് അവിടെ എത്തിച്ചേർന്നു. എന്തുപറ്റി മുയൽ? നീ വിഷമിച്ചിരിക്കുന്നതായി തോന്നുന്നു. മാനും കുരങ്ങനും വന്ന എന്റെ എല്ലാ ക്യാരറ്റും കൊണ്ടുപോയി. ഇവർ രണ്ടുപേരും വളരെ മോശക്കാരാണ്, വളരെ. രണ്ടുപേരും സന്തോഷത്താൽ വളരെ വേഗത്തിൽ ഓടുകയായിരുന്നു. രണ്ടുപേരും ഇത്തരത്തിൽ ആസ്വദിച്ചുകൊണ്ട് തടാകത്തിനരികിൽ എത്തിച്ചേർന്നു. വരൂ, നമുക്ക് പോയി കുറച്ച് വെള്ളം കുടിക്കാം. രണ്ടുപേരും വെള്ളം കുടിച്ചു. എന്നിട്ട് പരസ്പരം നോക്കാൻ തുടങ്ങി. ഈ തടാകത്തിലെ വെള്ളം വളരെ വ്യത്യസ്തമാണ് അല്ലേ? സത്യം, ഇത് വളരെ മധുരവും തണുപ്പുമുള്ളതാണ്. കൂട്ടുകാരാ, എല്ലാ മരങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ ഉണ്ടായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ എനിക്ക് തോന്നുന്നു. എനിക്കൊന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരു മാന്ത്രിക വനം, 4 ചുറ്റും ഭക്ഷണം മാത്രമുള്ളത്. ഇത്രയും പറഞ്ഞ് തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിനകത്ത് നിന്ന് 2 മനുഷ്യ കൈകൾ വന്ന് അതിനെ വെള്ളത്തിനകത്തേക്ക് വലിച്ചു. അല്ല, ഇതെന്തു പറ്റി? മോണ്ടുകുരങ്ങൻ എവിടെയാ പോയത്? മൂണ്ടുകുരങ്ങൻ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ എല്ലാ മരങ്ങളും പഴങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാട്ടിലായിരുന്നു. അല്ല, ഞാൻ ഈ കാണുന്നത് സ്വപ്നമൊന്നും അല്ലല്ലോ. അവൻ വേഗം ചാടി മാവിൽ കയറി. എന്നിട്ട് മാങ്ങ കഴിക്കാൻ തുടങ്ങി. വൗ, എത്ര സ്വാദുള്ള മാങ്ങയാണ്! അപ്പോൾ അവൻ ഒരു ശബ്ദം കേട്ടു. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. സമയം കഴിഞ്ഞോ? ആരാണ് സഹോദര? മുന്നിലേക്ക് വരൂ. അപ്പോഴേക്കും അവൻ അപ്രത്യക്ഷമായി. തടാകത്തിൽ നിന്ന് പുറത്തു വന്ന് മാനിന്റെ മുന്നിലെത്തി. അല്ല, നീ വന്നോ മോണ്ടുകുരങ്ങ? ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നിട്ടും നീ നനഞ്ഞില്ലേ? അരെ, ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നത് പോലെയുള്ള അതേ സ്ഥലത്തായിരുന്നു. പക്ഷേ അതെങ്ങനെ സംഭവിക്കാനാണ്? എനിക്ക് തോന്നുന്നത് ഇത് മാന്ത്രിക തടാകമാണെന്നാണ്. മാന്ത്രിക തടാകമോ എന്ന് വെച്ചാൽ? മാന്ത്രിക തടാകം എന്ന് വെച്ചാൽ നമ്മൾ എന്താഗ്രഹിച്ച് ഈ വെള്ളം കുടിച്ചാലും നമ്മുടെ ആഗ്രഹം സഫലമാകും. എന്നാൽ ഞാനും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമുള്ള ഒരു സ്ഥലത്ത് എനിക്ക് എത്തിച്ചേരണമെന്നാണ്. സമാധാനം മാത്രം. മാൻ വെള്ളം കുടിച്ചപ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് 2 കൈകൾ വന്ന് മാനിനെ തടാകത്തിലേക്ക് വലിച്ചു. ആരുമില്ലാത്ത ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നതെന്ന് അവന് മനസ്സിലായി. അവിടെ രാത്രിയായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ചന്ദ്രൻ ചക്രവാളത്തിലായിരുന്നു. ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇത് വളരെ നല്ലതാണ്. കുറച്ചു നേരം അവൻ ഇതുപോലെ തന്നെ അവിടെ ഇരുന്നു. അതിനുശേഷം നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അവൻ തടാകത്തിൽ നിന്ന് പുറത്തു വന്ന് കുരങ്ങന്റെ മുന്നിലെത്തി. അരേ വാ, ഇത് സത്യത്തിൽ മാന്ത്രിക തടാകമാണ്. നമുക്കിനി വേറെ എന്തെങ്കിലും ആവശ്യപ്പെടാം. ഒരു മൃഗത്തിന്റെ ഒരാഗ്രഹം മാത്രമേ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അരേ യാർ, നമ്മൾ വളരെ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തി. പോട്ടെ, സാരമില്ല. നമ്മൾ ഒരു മൃഗത്തിനോടും പറയില്ല ഈ തടാകത്തിൽ നിന്നാണ് ആഗ്രഹം സഫലമാക്കുന്നതെന്ന്. അതെ, പറഞ്ഞത് ശരിയാണ്. മോണ്ടുകുരങ്ങ, മാനെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതിപ്പോൾ എവിടെ നിന്നാണ് പൊട്ടി വീണത്? ഞാൻ എല്ലാം കേട്ടു. ഈ വാർത്ത ഇനി കാട് മുഴുവൻ പ്രചരിക്കാൻ പോവുകയാണ്. ഗോൾഡി പരുന്ത് ഈ വാർത്ത കാട്ടിലുടനീളം പ്രചരിപ്പിക്കാൻ തുടങ്ങി.
ആരെന്താഗ്രഹിച്ച് തടാകത്തിൽ വെള്ളം കുടിച്ചാലും ആ തടാകം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും. തടാകം അവന്റെ ആഗ്രഹം സാധിച്ചു തരും. ഇക്കാര്യം എല്ലാവരും പെട്ടെന്ന് തന്നെ അറിഞ്ഞു. ഓരോരുത്തരുമായി എല്ലാവരും അവരവരുടെ ആഗ്രഹം സാധിച്ചു. എന്നാൽ കൊക്ക് ആ തടാകത്തിലേക്ക് പോയില്ല. കൊക്കെ, എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് തടാകത്തിലേക്ക് പോകാത്തത്? തടാകം മൃഗത്തിന്റെ ഒരു ആഗ്രഹമാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ എന്തിനാണ് വെറുതെ അത് ഇല്ലാതാക്കുന്നത്? ഞാൻ ശരിയായ സമയം വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താം. പിന്നെ നീ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കെ. എല്ലാം വളരെ നന്നായി നടക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്തത് നടന്നു. ടിനു പക്ഷി തന്റെ കുട്ടികളോടൊപ്പം തന്റെ കൂട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വശത്ത് നിന്ന് വിചിത്രമായ ഒരു പുക വന്നു. അയ്യോ, ഇത് എന്ത് പുകയാണ് വരുന്നത്? ആ പുക ടീനുവിന്റെയും കുട്ടികളുടെയും മേൽ വീണ ഉടനെ അവർ ചുമയ്ക്കുവാൻ തുടങ്ങി. അവരെല്ലാം ബോധമറ്റ് ഭൂമിയിലേക്ക് വീണു. അല്ല, ഇവരുടെ ബോധം പോയല്ലോ. അപ്പോൾ വേട്ടക്കാരൻ അവരുടെ മുന്നിൽ വന്നു. അവന്റെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു. പിന്നിൽ കൊട്ട പോലുള്ള ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും എന്റെ തടവിൽ മാത്രമായിരിക്കും. അതെ, വേട്ടക്കാരൻ വന്നു, ഓടിക്കോ! എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. പക്ഷേ വേട്ടക്കാരൻ പലതവണ കുട്ടയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള ബോളുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിൽ നിന്ന് പുക പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ പുകയുടെ സമ്പർക്കത്തിൽ വരുന്ന മൃഗങ്ങളുടെ എല്ലാം ബോധം പോയിക്കൊണ്ടിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ! ഇനി എന്തെങ്കിലും അത്ഭുതത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയൂ. അമ്മേ! കൊക്ക് ഈ കാര്യം കേട്ടു. ഉടനെ മനസ്സിലൊരു ഭയം തോന്നി. ആ, ഓർമ്മ വന്നു. അവൻ പെട്ടെന്ന് തന്നെ പറന്ന് തടാകത്തിന്റെ അരികിൽ എത്തിച്ചേർന്നു. എന്തു ചോദിക്കും, എങ്ങനെ ചോദിക്കുമെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അതെന്തോ ചിന്തിച്ചു. എന്നിട്ട് വേഗം പറഞ്ഞു, രക്ഷിച്ചാലും ഈ വിഷപ്പുക എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ തക്ക എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. ഇതും പറഞ്ഞ് കൊക്ക് തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ രണ്ട് കൈകൾ വന്ന് കൊക്കിനെ തടാകത്തിനുള്ളിലേക്ക് വലിച്ചു. ഇത് ഏത് സ്ഥലമാണ്? ഇവിടെ ഒന്നും കാണുവാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്റെ പുറകിൽ നിന്ന് ഒരു പ്രകാശം ഉത്ഭവിക്കുന്നത് കണ്ടു. കൊക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നിലത്ത് ഒരു ചുവന്ന പന്ത് നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അവൻ ആ പന്ത് എടുത്തു. അപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ശബ്ദം വന്നു. അവൻ ആ പന്തിനോടൊപ്പം തിരിച്ചു കാട്ടിലേക്ക് എത്തിച്ചേർന്നു. എനിക്കിത് ഉടൻ തന്നെ പ്രയോഗിക്കണം. തന്റെ കയ്യിലെ ആ പന്തും കൊണ്ട് അവൻ വേട്ടക്കാരൻ ഭീതി പരത്തുന്നിടത്തേക്ക് എത്തിച്ചേർന്നു. ദുഷ്ടനായ വേട്ടക്കാരാ! ഓഹോ, നീ എങ്ങനെയാ രക്ഷപ്പെട്ടത്? വേട്ടക്കാരൻ ഒരു പന്തെടുത്ത് കൊക്കിന് നേരെ എറിഞ്ഞു. അപ്പോൾ കൊക്ക് തന്റെ കയ്യിലിരുന്ന പന്ത് തറയിൽ വെച്ചു. അതിൽ നിന്ന് ചുവന്ന പ്രകാശം പുറപ്പെടാൻ തുടങ്ങി. ചുറ്റും പരന്നു. പ്രകാശം നാലുപാടും പരന്നപ്പോൾ പുക മാഞ്ഞുപോയി. അബോധാവസ്ഥയിലായിരുന്ന എല്ലാ മൃഗങ്ങളും തിരികെ ബോധത്തിലേക്ക് വന്നു. ഇതെന്താണ്? ഇതെങ്ങനെ സംഭവിച്ചു? വേട്ടക്കാരൻ അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ എല്ലാ മൃഗങ്ങളും കൊക്കിനടുത്തേക്ക് വന്നു. കൊക്കെ, നീ ഇത് എങ്ങനെയാ ചെയ്തത്? എന്റെ ആഗ്രഹപ്രകാരം ഞാനിത് ചോദിച്ചു. ഇതിലൂടെയാണ് എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത്. കൊക്കെ, നീ ശരിക്കും നല്ലവനാണ്. നീയും അത്യാഗ്രഹത്താൽ ആദ്യമേ തന്നെ നിന്റെ ആഗ്രഹം സാധിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആ വേട്ടക്കാരന്റെ തടവിലായേനെ. എല്ലാ മൃഗങ്ങളും
ഒരുമിച്ച് തടാകത്തിനടുത്തേക്ക് പോയി. എല്ലാവരും അവരവരുടെ രീതിയിൽ കൈകൂപ്പി തടാകത്തിനോട് നന്ദി പറഞ്ഞു.